UAE-യിൽ ഇറാന്റെ വ്യോമാക്രമണം തുടരുന്നു. ആക്രമണത്തിൽ മരണം 2 ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ തെറിച്ച് പലർക്കും പരിക്കേറ്റു. വ്യോമപാത അടച്ചതിനെ തുടർന്ന് വിമാനത്താവളത്തിൽ കുടുങ്ങിയ യാത്രക്കാരുടെ താമസ ചെലവ് വഹിക്കുമെന്ന് UAE അറിയിച്ചു. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ദുബായ് ഗ്ലോബൽ വില്ലേജ് തുറക്കില്ല. അക്ഷയ് പേരാവൂർ ദുബൈയിൽ നിന്ന് വിവരങ്ങളുമായി. അക്ഷയ്, ഈ ജനജീവിതത്തെ എത്ര ബാധിച്ചിട്ടുണ്ട് എമിറേറ്റ്സിൽ? ആദ്യം നിലവിൽ UAE-യിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് വേണം പറയാൻ. പക്ഷേ ഇന്നലെ രാത്രി മുതൽ തന്നെ ഇറാന്റെ വ്യോമാക്രമണം UAE നേരിടുന്നുണ്ട്. പ്രധാനമായും അബുദാബിയും അതുപോലെ തന്നെ ദുബൈയിലുമാണ് ഇറാൻ വ്യോമാക്രമണം നടത്തുന്നത്. ഇന്ന് പുലർച്ചെ ദുബായ് എയർപോർട്ടിലും അതുപോലെ തന്നെ അബുദാബി എയർപോർട്ടിലും ഇറാന്റെ വ്യോമാക്രമണം ഉണ്ടായിരുന്നു. ചെറിയ തോതിൽ അത് പരിക്കേൽപ്പിക്കാനും ഇറാന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ദുബായ് എയർപോർട്ടിൽ 4 പേർക്ക് ആ ഒരു ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ അബുദാബിയിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. ഇതോടെ UAE-യിൽ മരണസംഖ്യ 2 എന്നുള്ളൊരു ആശങ്കയുണ്ട്. പക്ഷേ നിലവിൽ ആകാശത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇറാന്റെ വ്യോമാക്രമണം, അതുപോലെ തന്നെ UAE ഇന്റർസെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ശബ്ദം ഞാനിപ്പോൾ ഉള്ളത് ദുബായ് റാഷിദിയയിലാണ്. ഇതിന്റെ തൊട്ടടുത്താണ് ദുബായ് എയർപോർട്ട് ഉള്ളത്. അല്പസമയം മുമ്പ് വരെ നമുക്കിത് കാണാൻ സാധിക്കും. ആകാശത്ത് ഇറാന്റെ ഡ്രോണുകൾ അയക്കുന്നതും അതുപോലെ തന്നെ കൃത്യമായി UAE-യുടെ വ്യോമസേന അത് ഇന്റർ ചെയ്യുന്നതിന്റെ ഈ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കാഴ്ച നമുക്ക് ഇന്നലെ രാത്രി മുതൽ തന്നെ ആരംഭിച്ചതാണ്. പക്ഷേ ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ ചോദിച്ചാൽ ഇപ്പോൾ കുറച്ച് ആശ്വാസം തന്നെയാണ്. പക്ഷെ ആളുകളുടെ ജീവിതത്തെ ബാധിച്ചിട്ടില്ല ഈ ആക്രമണങ്ങൾ ഒന്നും എന്ന് തന്നെ UAE-യിൽ നിന്ന് പറയേണ്ടി വരും. പക്ഷെ അല്പസമയം മുമ്പ് ഇറാൻ അയച്ച ഒരു ഡ്രോൺ ഇന്റർസെപ്റ്റ് ചെയ്തു. അതിന്റെ ചെറിയ ഭാഗങ്ങൾ തെറിച്ച് ദുബൈയിലെ 2 വീടുകളുടെ മുറ്റത്ത് വീഴുകയും 2 പേർക്ക് പരിക്കേൽക്കുന്നുണ്ടായിരുന്നു. അബുദാബിയിലാണെങ്കിൽ അബുദാബി ഇത്തിഹാദ് ടവറിൽ ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം വരികയും അത് ഇന്റർസെപ്റ്റ് ചെയ്യുകയും ഒരു അമ്മയ്ക്കും കുഞ്ഞിനും അതിൽ പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം UAE-യിൽ ഇല്ല എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. ആകെ ഏതാണ്ട് 137 ബാലിസ്റ്റിക് മിസൈലുകൾ 209 ഡ്രോണുകളുമാണ് ഇതുവരെ അല്ലെങ്കിൽ അവസാനത്തെ ഈ പറയുന്ന UAE പുറത്തുവിട്ട കണക്കനുസരിച്ച്, ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കനുസരിച്ച് ഇറാൻ UAE-യിലേക്ക് അയച്ചത്. അതിൽ 5 മിസൈലുകൾ കടലിൽ പതിച്ചുവെന്നും അതുപോലെ തന്നെ 14 ഡ്രോണുകൾ രാജ്യത്തിന്റെ അതിർത്തിയിൽ വീണു എന്ന് പറയുന്നുണ്ട്. അതിൽ രാജ്യത്തിന്റെ ജലാതിർത്തിയിലും അതുപോലെ തന്നെ കരതിർത്തിയിലുമാണ് ഈ പറയുന്ന 14 ഡ്രോണുകൾ പതിച്ചത്. ഇതിൽ ചെറിയ ചില കേടുപാടുകൾ രാജ്യത്തെ ചില ഭാഗങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും ഈ പറയുന്ന ഔദ്യോഗികമായ വിശദീകരണത്തിൽ പറയുന്നുണ്ട്. 209 ഡ്രോണുകൾ പതിച്ചുവെന്നും ഔദ്യോഗികമായി തന്നെ UAE അയച്ചുവെന്നും ഔദ്യോഗികമായി തന്നെ UAE പറയുന്നുണ്ട്. പക്ഷെ കൃത്യമായി പ്രതിരോധിക്കാൻ UAE-ക്ക് സാധിക്കുന്നത് കൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിൽ UAE-യിൽ ഇല്ല.